നമസ്കാരം. ഇന്ന് നേന്ത്രപ്പഴം കൊണ്ടൊരു അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനാദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ 3 അടി ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. അത് പാനിയാക്കാൻ വെക്കുവാണ്. അപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 1.5 കഷ്ണം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് മുറിച്ചിട്ട് ഈ ഒരു വലുപ്പത്തിൽ പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ശർക്കര പാനിയായിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒന്ന് മാറ്റി വെക്കുക. തീ ഓഫ് ചെയ്തിട്ട് തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പാൻ ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് നെയ്യ് ഇട്ടിട്ട്, നെയ്യ് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് മുന്തിരി ഇട്ടുണ്ട്. മുന്തിരി ജസ്റ്റ് വറുത്തെടുക്കുക. അതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണേ. അത് ഓപ്ഷണലാണ് കേട്ടോ. ഇത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേന്ത്രപ്പഴം മുറിച്ച് വെച്ചില്ലേ, അതിലൊരു 3/4 ഭാഗം ഇതിലിട്ടിട്ട് വറുത്തെടുക്കണം കേട്ടോ. നന്നായിട്ട് വറുത്തെടുക്കണേ. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കുറച്ച് മതി. തേങ്ങ ചിരകിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വറുത്തെടുക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു മോശമില്ല, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കുറച്ച് ഏലക്കായും കൂടി ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് വറുത്തെടുത്തിട്ട് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. അത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ബാക്കിയില്ല നേന്ത്രപ്പഴം എടുത്ത് വെച്ചില്ല, അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പഞ്ചസാരപ്പാനിയും ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്, അതിൻ്റെ മോശമൊക്കെ പോവാൻ. അതിനുശേഷം നമ്മൾ ബാറ്റർ തയ്യാറാക്കുവാണ്. അതിന് പഞ്ചസാരപ്പാനി തണുത്തതിന് ശേഷം അതിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ പരുവില്ല, ഒരു പരുവാക്കി എടുക്കണേ. ഈ ഒരു പരുവം കിട്ടണം. അതിൽ പിന്നെ ഞാൻ അരച്ച് വെച്ച നേന്ത്രപ്പഴം ഇല്ലേ, അതും കൂടി ചേർത്തിട്ടുണ്ട്. അതാട്ട പീസുകൾ. പിന്നെ നമ്മൾ വറുത്ത് വെച്ച നേന്ത്രപ്പഴം, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ കൂടിയതും കൂടി അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഒരു പരുവത്തിൽ കിട്ടും കണ്ടോ. ഈ ഒരു പരുവതിന് ശേഷം നമ്മൾ ആവിക്ക് വേവിക്കുന്ന പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് ഒരു വാഴയില ഇട്ടിട്ട് ഇതിൽ നമ്മളെ മിക്സ് ഒഴിച്ചിട്ട് ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. ഇത് മത്തൻ്റെ കുരുവാട്ട വാങ്ങിയത്, അതും കൂടി ഇട്ടിട്ടുണ്ട്. നല്ല ഹെൽത്തിയായ സാധനമാണ്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണേ. കണ്ടായി ഇങ്ങനെ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടായി നല്ല ടേസ്റ്റിലെ ഹെൽത്തി ആയ ഫുഡാട്ടോ. താങ്ക് യു.